കണ്ടോടാ, ഞാൻ എവിടെ ചെന്നാലും പെമ്പിള്ളേർ അവിടെ എത്തും. ഞാൻ എത്തിക്കാനാ. നീ ഒന്നും ചെയ്യണ്ട, അങ്ങോട്ട് നോക്കാതിരുന്നാ മതി. എന്തിനാ നോക്കാതിരിക്കുന്നത്? നീ നോക്കണായിരുന്ന ആ പെമ്പിള്ളേര് നമ്മുടെ സൗന്ദര്യത്തിൽ വീണിരിക്കുക. നീ അങ്ങോട്ട് ചെല്ല് ധൈര്യമായിട്ട്. അവിടെ ചെന്നിട്ട് എന്താ ചോദിക്കണ്ടത്? ഐസ്ക്രീം കഴിക്കണമെന്ന്, സിനിമയ്ക്ക് പോവാന്ന്? ഐസ്ക്രീം കഴിച്ചിട്ട് സിനിമക്ക് പോവാന്ന് പറ. നീ ഒന്ന് ചുമ്മാ തിരിയടാ. നീ ചുമ്മാ തിരി. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. നീ ചെല്ലടാ അരവിന്ദ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നീ പതിവ് പോലെ നിന്റെ ഗുഡ് മോർണിംഗ് തുടങ്ങ്. താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇത് എങ്ങോട്ട് പോകാനാണ് ഈ ബസ്സിനകത്ത് നിൽക്കുന്നത്? കോളേജിലേക്ക്. അയ്യേ, എന്നും കോളേജിലേക്കല്ലേ പോണത്? ഒരു ദിവസം ഒരു ചേഞ്ച് ഒക്കെ ആവാം. കോളേജിലേക്ക് പോകണ്ട, എന്ത് ചേഞ്ച്? ഐസ്ക്രീം കഴിക്കാൻ പോവാം, സിനിമയ്ക്ക് പോവാം. അരവിന്ദേട്ടനല്ലേ? അതെ. എന്നെ എങ്ങനെ അറിയാം? അരവിന്ദേട്ടന് ഞങ്ങളെ ഓർമ്മയില്ലേ? ഞങ്ങൾ എത്രയോ വട്ടം വീട്ടിൽ വന്നിരിക്കുന്നു. ഞങ്ങൾ ഉമ്മയുടെ ക്ലാസ്സിലെ കൂട്ടുകാരികളാ. അവൻ നമ്മളെ പരിചയപ്പെടുത്തുക. ഒന്ന് വിഷ് ചെയ്യടാ. ഓടാ. ഹലോ. ഓട്ടോ. എങ്ങോട്ട് പോന്നു? എനിക്ക് അത്യാവശ്യമായിട്ട് ഓട്ടോറിക്ഷ സ്ഥലം വരെ പോകാനുണ്ട്. എങ്ങോട്ടാ ചേട്ടാ? എങ്ങോട്ടെങ്കിലും പോടൂ. ഇവരെവിടെ ഈ ഓട്ടോ പിടിച്ചു പോന്നു? ഐസ്ക്രീം വാങ്ങിക്കാൻ പോവായിരിക്കും. ഓടാ. ഓട്ടോ. ഓട്ടോ. ആ ഓട്ടോടെ പറയുമോ? എന്താ അവനൊന്നും മിണ്ടാതെ പോയത്? എന്താ ഉമ്മ നിനക്ക്? നീ എന്താ ഈ കാട്ടണേ? എന്താ ബഹളം ഇവിടെ? ഇന്ന് എന്താ ഏട്ടൻ ചെയ്തെന്ന് വല്യച്ഛനും വല്യമ്മയ്ക്കും അറിയോ? എന്റെ കൂടെ പഠിക്കുന്ന എന്റെ കൂട്ടുകാരികളോട് എന്ത് വൃത്തിയാണ് ഏട്ടൻ പോയി പറഞ്ഞെന്നറിയോ? ഏട്ടനോട് ഏതെങ്കിലും ഹോട്ടലിലേക്കോ സിനിമയ്ക്കോ ചെല്ലാൻ. ഇതുവരെ ഒരുത്തി എന്റെ നേരെ വന്നിട്ടില്ല. ഇപ്പൊ അവരുടെയൊക്കെ മുമ്പിൽ താളിയെടുത്ത് നടക്കാൻ വയ്യുണ്ടാക്കിയില്ല ഏട്ടൻ. എല്ലാവരും കൂടി എന്നെ കളിയാക്കി കൊല്ലുക. ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അവനിങ്ങി വന്നോട്ടെ. ഇന്നത്തോടെ അവന്റെ ഈ സ്വഭാവം ഞാൻ അവസാനിപ്പിക്കും. പിന്നെയും കൂടെ ഒന്ന് പ്രതീക്ഷിക്ക. ഫോട്ടോ ഒക്കെ വലിച്ചെറിയുന്നത് ആ പെൺപിള്ളേർ ഉമ്മയോട് എല്ലാം പറഞ്ഞെന്നാ തോന്നുന്നത്. തോന്നണതല്ല, പറഞ്ഞു. അതിന് നീ പേടിച്ചോടുന്നതിന്? അവള് നിന്റെ അനുജത്തിയല്ലേ, അമ്മായി ഒന്നല്ലല്ലോ. നീ ധൈര്യമായിട്ട് ചെല്ലടാ. ചന്തു, നമുക്ക് പോയിട്ട് പിന്നെ വരാം. ചതിയാ, ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ട് പോയാ മതി. നീ ഇത് നിങ്ങൾ ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള കാര്യമാണ്. കുടുംബകാര്യങ്ങളിൽ ഞാൻ ഇടപെടുന്നത് ശരിയല്ല. മര്യാദക്കകത്ത് എന്ന് എന്തെങ്കിലും പറഞ്ഞ് അവളെ തളച്ചില്ലെങ്കിൽ നീ ഇനി പോണ്ടിച്ചേരി കാണൂല. ഇത് വലിയ ശല്യമല്ലോ. ഇപ്പൊ വലിയ ശല്യമല്ലേ? നിന്റെ സൗന്ദര്യത്തിൽ അവളുമാര് മയങ്ങിന്ന് പറഞ്ഞ് നീ അല്ലേടാ ഉമ്മയുടെ കൂട്ടുകാരെ മുമ്പിലേക്ക് അവനെ തള്ളിവിട്ടത്. പോയി സമാനം ഉണ്ടാക്കാൻ നോക്കണം. എന്നാ പിന്നെ നീയും കൂടെ വാ. എന്തിന്? ഈ വക വൃത്തിയുടെ കാര്യത്തിനൊന്നും എന്നെ കിട്ടില്ല. തനിച്ചങ്ങ് പോയാ മതി. തനിച്ച് പോയാൽ മതി. അങ്ങനെ അപ്പൊ നിന്റെ രാവിലത്തെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേറെ ആളെ നോക്കിക്കോ. രാവിലത്തെ എന്ത് പ്രോബ്ലം? ഞാനിവിടെ പോകുന്ന നല്ലതല്ലേ? ആ, പൈലറ്റ് എസ്കോട്ട് എത്തിയല്ലോ. എവിടെ നമ്മുടെ പൂവാലൻ? വല്ല പെമ്പിള്ളേരുടെയും പിന്നാലെ പോയോ? പൂവാലനോ? അങ്ങനെ പറഞ്ഞാൽ എന്താ? നിനക്ക് മനസ്സിലായില്ലേ? നമ്മുടെ കൂടെ SSLCക്ക് പിടിച്ച പൂവാലൻ അബ്ദുൾ റഹ്മാൻ എപ്പോഴും പെമ്പിള്ളേരെ പറയാൻ നടക്കുന്നത്. അവൻ എന്ത് എന്നാ ചോദിച്ചത്? അവൻ പെട്ടെന്ന് പിത്തം പിടിച്ച് ചത്തുപോയില്ലേ? ബെസ്റ്റ് ഫ്രണ്ട്സ്, ഒന്നും അറിയാത്ത പച്ച പാവങ്ങള്. ഇതിനെ രണ്ടിനെയും പറഞ്ഞു പഠിപ്പിച്ചു വിട്ടിരിക്കാ വല്യച്ഛാ. ഇന്ന് എന്തായിരുന്നു ആ പെൺകുട്ടികളുമായിട്ട് ബസ് സ്റ്റോപ്പില്? അയ്യേ, ഈ ചന്തു അരവിന്ദനൊന്നും ആ ടൈപ്പല്ല. അപ്പൊ നീയോ? ഞാൻ നേരത്തെ ആ ടൈപ്പല്ലല്ലോ. എന്റെ കൂട്ടുകാരികളോട് എന്ത് വൃത്തിയോടെ ഏട്ടൻ പറഞ്ഞെന്ന് ചോദിക്കും വല്യച്ഛാ. കൂട്ടുകാരികളോ? ആ ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്ന ഉമയുടെ കൂട്ടുകാരികളാ? അവരുമായിട്ട് അധികം ചങ്ങാത്തം വേണ്ടട്ടോ. അവരത്രക്ക് നീറ്റല്ല. ഇപ്പൊ അവരായോ നീറ്റ് അല്ലാത്തത്? ആ കുട്ടിയോട് ചെന്ന് അസംബന്ധം പറഞ്ഞ നിങ്ങളുടെ ഫ്രണ്ട് എന്താ മിസ്റ്റർ ക്ലീനാ? മിസ്റ്റർ ക്ലീൻ ഒന്നുമല്ല. പക്ഷെ അവന്റെ സ്ഥാനത്ത് ഞാനോ ഉമയായിരുന്നെങ്കിൽ അവളുമാരെ അടിച്ചേനെ. അവര് ചെയ്ത പണി എന്താണെന്നറിയോ വല്യച്ഛ? ഇവന്റെ മുഖത്ത് നോക്കി അവരിലൊരുത്തി പറയാ ഐ ലവ് യു. കണ്ടോ ഇവൻ നിന്ന് പരുങ്ങുന്നത് കണ്ടോ? ഇതേപോലെ ആ പെണ്ണിന്റെ മുമ്പിൽ ഇവൻ നിന്ന് പരുങ്ങിയപ്പോ അരവിന്ദൻ ചെന്നവരെ നല്ല ചീത്ത വിളിച്ചു. അതിന്റെ ചൊരുക്കാണ് ആ പ്രേമരോഗികൾക്ക്. അതിന്റെ പ്രതികാരമായിട്ടാണ് ഉമയുടെ അടുത്ത് വന്ന് മൊത്തം കാര്യങ്ങൾ അവർ മാറ്റി പറഞ്ഞത്. അരവിന്ദൻ വെറും നിരപരാധിയാണ്. ദാറ്റ്സ് ഓൾ. ആഹാ, ഇത്രേ ഉള്ളൂ. വല്യമ്മേ, പെൺകുട്ടികൾ ഇങ്ങനെ ഒരുങ്ങി ഇറങ്ങിയ പിന്നെ ചീത്ത വിളിക്കല്ലാണ്ട് എന്താ ചെയ്യാ? ദേ, എഴുന്നേറ്റ് പോന്നേ, വേറെ ജോലിയില്ല.
വല്യച്ഛ, എന്നാലും അവരെന്റെ കൂട്ടുകാരികളല്ലേ? ഏയ്, ഇനി ഈ കേസ് എടുക്കണില്ല. സ്വന്തം പെങ്ങളുടെ കൂട്ടുകാരികളോട് പോയി പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒരു മര്യാദയൊക്കെ വേണ്ടേ? ആ മര്യാദ ഉമയ്ക്കും ഇല്ലല്ലോ. ഏട്ടന്റെ കൂട്ടുകാരനാണെന്നുള്ള ബോധവും പരിധിയൊന്നും ഉമയും കാണിക്കാറില്ലല്ലോ. ചതിയൻ ചന്തു, ഞാൻ പറയണതും കാട്ടുന്നതൊക്കെ എല്ലാരോടും പോയി വിളമ്പി രസിക്കലല്ലേ പണി? ഏയ്, ഞാൻ ആരോടും ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. പിന്നെ ഗണിച്ചു പറഞ്ഞതോ ജോച്ചാൻ? പിന്നൊരു കാര്യം, ഏട്ടന്റെ കൂടെ നടന്ന് എല്ലാ വഷളത്തരവും പഠിച്ച് പെമ്പിള്ളേരുടെ വായി നോക്കാൻ നടന്നാലുണ്ടല്ലോ. പൊയ്ക്കോ. ഏതായാലും എല്ലാം പറഞ്ഞില്ലേ, ഇതോടെ ചെന്ന് പറഞ്ഞേക്ക്. ജോയി, ജോയി, ഇവനിത് എവിടെ പോയി? എന്താ നിർത്തിക്കളഞ്ഞത്? പാടൂ. ഉള്ളിലുള്ള സങ്കടം മുഴുവൻ പാടി തീർക്കൂ. സങ്കടോ? ആർക്ക്? ഞാൻ നല്ല സന്തോഷത്തിലാ പാടിയത്. ആണോ? പക്ഷെ എനിക്കത് സങ്കടമായിട്ടാണ് തോന്നിയത്. പിന്നെ എനിക്ക് ഉമയോട് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. വിരോധമില്ലല്ലോ? ഉമേ, സ്വപ്നം കാണാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ഉമയ്ക്കുണ്ട്, അരവിന്ദനുണ്ട്, ചന്തുവിനുണ്ട്, ഈ എനിക്കുണ്ട്. എന്നാൽ സ്വന്തം സ്വപ്നങ്ങൾ മാത്രം യാഥാർത്ഥ്യമാകണമെന്ന് വാശി പിടിക്കുമ്പോഴാണ് പ്രശ്നം. ആരാ ഇപ്പൊ അങ്ങനെ വാശി പിടിച്ചേ? ഈ ഞാൻ തന്നെ. ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. എന്താ ഉമ്മ ഞെട്ടിയോ? എന്നെയല്ലല്ലോ, പിന്നെ എന്തിനാ ഞാൻ ഞെട്ടുന്നേ? എന്നാൽ ഞാൻ സ്നേഹിക്കുന്ന ആ പെൺകുട്ടി ഞെട്ടി. കാരണം അവൾ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് വേണമെങ്കിൽ എന്നെ തന്നെ പ്രേമിക്കണമെന്ന് വാശി പിടിക്കാം. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നിരാശാകാമുകനായിട്ട് കഴിയാം. അതുമല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാം. ഇവിടെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതിപ്പോ ഞാനെന്താ പറയാ, ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ. ജോർജൻ തന്നെ ആലോചിച്ച് തീരുമാനിച്ചാ മതി. ശരി, എങ്കിൽ ഉമയായിരുന്നെങ്കിൽ ഇങ്ങനൊരു അവസരത്തിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇത് മൂന്നും ചെയ്യില്ല. പിന്നെ? പോടാ പുല്ലെന്ന് പറഞ്ഞ് ചുണയുള്ള വേറെ നല്ല ആമ്പിളരെ കണ്ടുപിടിക്കും. എങ്കിൽ ഇനി ഒട്ടും വൈകരുത്. ചന്തുവിന്റെ മുഖത്ത് നോക്കി ഉമ പറയണം, പോടാ പുല്ലെന്ന്. അതേ ഉമേ, അവൻ മറ്റൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലാണ്. ചേറായിലെ സിറിയക്കിന്റെ മകൾ ലില്ലി സിറിയക്ക്. അവൾ ഏകദേശം 3 മാസം ഗർഭിണിയാണോ എന്നും സംശയമുണ്ട്. എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. ഇനി അവൾ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് മാത്രം നീ പറഞ്ഞാൽ മതി. നീ എന്താ പറഞ്ഞത്? അതൊന്നും ചോദിക്കണ്ട. വളരെ മോശമായ കാര്യങ്ങളാണെന്ന് മാത്രം തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. പോണ്ടിച്ചേരി ചെന്നിറങ്ങിയാലുടൻ ആദ്യം കാണുന്ന പള്ളി കയറി എനിക്ക് മനസ്സറിഞ്ഞൊന്ന് കുമ്പസരിക്കണം. എന്നാലേ ഒരു മനുഷ്യനായിട്ട് ഇനി ജീവിക്കാൻ പറ്റൂ. വരട്ടെ. എന്താ ഇവിടെ നിർത്തിയത്? കുറച്ചുകൂടെ കയറ്റി നിർത്താ. ഇപ്പഴാ ഓർത്ത്, എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. അതുപോലെ വണ്ടിയിൽ പെട്രോളും ഇല്ല. നീ ഇറങ്ങി. ശരി, നീ ഇറങ്ങ്, വീട്ടിൽ കയറിട്ട് പോവാം. ഏയ്, ശരിയാവില്ല. ഇപ്പൊ ഞാൻ അങ്ങോട്ട് വന്നാൽ ഒട്ടും ശരിയാവില്ല. നിനക്കിത് എന്ത് പറ്റി? ഒന്നും പറ്റാണ്ടിരിക്കാനാ പോകുന്നത്. ഗുഡ് നൈറ്റ്. ഒന്നും പറ്റാണ്ടിരിക്കാൻ ഓടി രക്ഷപ്പെടുകയാണല്ലേ? കാണിച്ചു കൊടുക്കാം. ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത ഭൂകമ്പം ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാൻ ഞാൻ.